കിങ്സ് ലാൻഡിങ്ങിലേക്കുള്ള യാത്രക്കിടയിൽ നെഡ് സ്റ്റാർക്കിന്റെ മൂത്ത മകൾ സാൻസ തന്റെ ചെന്നായ ലേഡിയുമായി നടക്കുമ്പോൾ ഒരാൾ വട്ടം നിൽക്കും. അവൾ പേടിച്ചു നിൽക്കുമ്പോൾ ദി ഹോണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് അയാൾ അവിടെ നിന്ന് പോകും. അയാളുടെ പേര് ഇലിയൻ പൈൻ ആണെന്നും പണ്ട് മാഡ് കിങ് അയാളുടെ നാവ് അറുത്തുകളഞ്ഞു എന്നും നിലവിൽ രാജാവ് റോബർട്ട് ബെറാത്യന്റെ ആരാച്ചാരാണ് പൈൻ എന്നും ഹോണ്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന ജോഫ്രി ഹോണ്ടിനെ പുച്ഛത്തോടെ അവിടെ നിന്നും പറഞ്ഞുവിടും. ജോഫ്രി സാൻസയെ കൂട്ടി തൊട്ടടുത്തുള്ള പുഴക്കരയിലെത്തിയപ്പോൾ ആര്യ സ്റ്റാർക്കും കശാപ്പുകാരന്റെ മകനായ മൈക്കും കമ്പുകൾ ഉപയോഗിച്ച് വാൾപയറ്റ് കളിക്കുകയായിരുന്നു. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത ജോഫ്രി മൈക്കിന്റെ മുഖത്ത് വാളുകൊണ്ട് മുറിവേൽപ്പിക്കും. തന്റെ കൂട്ടുകാരനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ആര്യ കയ്യിലിരുന്ന കമ്പ് കൊണ്ട് ജോഫ്രിയെ തല്ലും. സൈക്കോ ആയ ജോഫ്രി ആ വാള് തലങ്ങും വിലങ്ങും വീശും. ആര്യ ഒഴിഞ്ഞുമാറി മുറിവേൽക്കാതെ രക്ഷപ്പെടും. പെട്ടെന്ന് ആര്യയുടെ ചെന്നായ നൈമേരിയ ജോഫ്രിയുടെ കയ്യിൽ കടിക്കും. അവന്റെ കൈ മുറിഞ്ഞ് ചോര വരും. വേദന കൊണ്ട് അവൻ നിലവിളിച്ച് കരയുമ്പോൾ ആര്യ ജോഫ്രിയുടെ വാൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അവിടെ നിന്നും ഓടിപ്പോകും. സാൻസ ജോഫ്രിയെ സഹായിക്കാൻ ചെല്ലുമ്പോൾ ദേഷ്യത്തോടെ അവളെ അവിടെ നിന്നും ആട്ടിയോടിക്കും. തന്റെ ചെന്നായെ കിട്ടിക്കഴിഞ്ഞാൽ സൈനികർ കൊന്നുകളയുമെന്ന് മനസ്സിലാക്കിയ ആര്യ നൈമേരിയോട് ഉൾക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ പറയും. പോകാതെ മടിച്ചു നിന്ന് ചെന്നായെ അവൾ കല്ലെടുത്ത് എറിഞ്ഞോടിക്കും. രാത്രിയായിട്ടും ആര്യ ടെന്റിലേക്ക് എത്താത്തതിനാൽ നെഡ് സ്റ്റാർക്കും പടയാളികളും ആര്യയെ തേടിയിറങ്ങും. എന്നാൽ ഈ സമയത്തിനുള്ളിൽ തന്നെ ലാനിസ്റ്റേഴ്സ് പടയാളികൾ ആര്യയെ കണ്ടെത്തി സേഴ്സി ലാനിസ്റ്ററുടെ ആജ്ഞപ്രകാരം രാജാവിന്റെ മുന്നിൽ എത്തിക്കും. ഇതറിഞ്ഞ് നെഡ് സ്റ്റാർക്കും രാജാവിന്റെ അടുത്തെത്തും. രാജാവ് റോബർട്ട് ജോഫ്രിയോടും ആര്യയോടും കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുമെങ്കിലും രണ്ടുപേരും രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനാൽ സാൻസയോട് അങ്ങോട്ടേക്ക് വരാൻ രാജാവ് കൽപ്പിക്കും. സാൻസ ജോഫ്രിയോടുള്ള ഇഷ്ടം കാരണം സത്യം പറയാതെ താനൊന്നും കണ്ടില്ല എന്ന് മറുപടി പറയും. സത്യം പറയാത്തതിനാൽ ആര്യ സാൻസയെ അവിടെ വെച്ച് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഇത് കുട്ടികൾ തമ്മിലുള്ള വഴക്കായി കണ്ട് മറക്കാമെന്ന് പറഞ്ഞ് രാജാവ് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ തന്റെ മകനെ ഉപദ്രവിച്ച ചെന്നായിയെ കൊല്ലണമെന്ന് സേഴ്സി രാജാവിനോട് പറയും. സേഴ്സി സമാധാനം തരത്തില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് അതിന് മൗനസമ്മതം നൽകും. ഇതുവരെ നൈമേരിയെ കിട്ടിയില്ല എന്ന് പടയാളികൾ അറിയിക്കുമ്പോൾ നൈമേരിയയ്ക്ക് പകരം സാൻസയുടെ ചെന്നായിയായ ലേഡിയെ കൊല്ലാൻ സേഴ്സി ഇലൻ പൈനോട് ആജ്ഞാപിക്കും. ലേഡിയെ കൊല്ലരുതെന്ന് ആര്യയും സാൻസയും കരഞ്ഞു പറയുമെങ്കിലും സേഴ്സി അത് ചെവിക്കൊള്ളില്ല. ലേഡി നോർത്തിൽ നിന്ന് വന്നതിനാൽ അതിന് നല്ലൊരു മരണം കൊടുക്കണമെന്ന് പറഞ്ഞ് നെഡ് സ്റ്റാർക്ക് തന്നെ അതിനെ കൊല്ലാമെന്ന് പറഞ്ഞ് ലേഡിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ദി ഹൗണ്ട് ആര്യയുടെ സുഹൃത്ത് മൈക്കിനെ കൊന്ന് അവന്റെ ബോഡി കുതിരപ്പുറത്ത് കൊണ്ടുവരുന്നത് കാണും. നെഡ് സ്റ്റാർക്ക് വളരെ വിഷമത്തോടെ ലേഡിയുടെ അടുത്ത് പോയി തന്റെ കത്തി ഉപയോഗിച്ച് അതിനെ കൊല്ലും. അപ്പോൾ തന്നെ വിന്റർഫെല്ലിൽ കോമയിലുണ്ടായിരുന്ന ബ്രാൻ സ്റ്റാർക്ക് കണ്ണു തുറക്കും.